എറണാകുളം ചെമ്പുമുക്ക് അട്ടിപ്പേറ്റി നഗർ റോഡ് ഇടിഞ്ഞു. ചെമ്പുമുക്ക് പള്ളിയുടെ കോമ്പൗണ്ടിലെ സംരക്ഷണ ഭിത്തിയുടെ ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു താഴ്ന്നത്. വൈദ്യുതി തൂണും കുടിവെള്ള പൈപ്പും തകർന്നുപോയി. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് നിതിൻ, പറയൂ. ഗുഡ് മോർണിംഗ്. പാലാരിവട്ടത്ത് നിന്ന് വാഴക്കാലയിലേക്കുള്ള ആ മെയിൻ റോഡാണിത്. ഈ റോഡിൽ നിന്ന് സമീപത്തുള്ള, അതായത് ഇടപ്പള്ളി തോടിനോട് ചേർന്നുള്ള റോഡാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ തകർന്നൊരു സാഹചര്യമുണ്ടായത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം ഏത് നിലയിലാണ് ഈ റോഡ് തകർന്ന്. അതിൻ്റെ ഒരു ഭീതിജനകമായൊരു ദൃശ്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏതാണ്ട് 8 അടിയോളം താഴ്ന്നു നിൽക്കുകയാണ് റോഡ്. ഇപ്പോൾ ഇത് അസീസിയ സ്കൂളിലേക്കും അതോടൊപ്പം തന്നെ ഏതാണ്ട് 250ഓളം പേർ ഈ ഒരു റോഡ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം കൊച്ചിയിൽ ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു. ഈ മഴയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ഒരു അപകടം എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും 2 വർഷമായി തകർന്ന് റോഡായിരുന്നു. 2 മാസം മുൻപാണ് ഇത് ഇത്തരത്തിൽ സംരക്ഷണ ഭിത്തിയൊക്കെ കെട്ടി ഒരു പുനർനിർമ്മിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ആ റോഡ് ഇപ്പോൾ പൂർണ്ണമായും ഇടിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ പ്രദേശത്തെ കൗൺസിലർ ഇപ്പോൾ 24 ചേരുകയാണ്. തൃക്കാക്കര നഗരസഭയുടെ ഭാഗമാണ്. എപ്പോഴായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത്? ഇന്ന് വെളുപ്പിന് ഒരു 4 മണി ടൈമിലാണ് നടക്കുന്നത്. ആദ്യം നമുക്ക് ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ന് സ്കൂളുകളും ഇന്ന് ആൾ സഞ്ചാരം വളരെ കുറവായിരുന്നു. ഇതിപ്പോൾ ഏകദേശം 2 മാസമാണ് നമ്മൾ ഈ റോഡ് പണിതിട്ട്. ഈ പണി എന്ന് വെച്ചാൽ എടപ്പള്ളി തോട് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും അടിയിൽ നിന്നുള്ള ചെളി എല്ലാം കോരി ഇതിൻ്റെ അടി കൂടി മണ്ണ് പോയ വെള്ളം ഇറങ്ങിയാണ് സംഭവം പോയത്. പക്ഷേ പണിയിൽ ഒരു അപാകതയും ഇല്ല. കാരണം ഈ പണിതയിൽ ഒരു മിസ്റ്റേക്ക് നമുക്ക് ഇത് ഇവിടെ പറയാൻ പറ്റില്ല. എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ആ പണിത ഭാഗം ഇരിക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് മതിലിൻ്റെ കോമ്പൗണ്ടാണ് ഇപ്പോൾ താഴേക്ക് ഇടിഞ്ഞ് പോയിരിക്കുന്നത്. നിർമ്മാണത്തിൽ യാതൊരു അപാകതയുമില്ല അത് എന്നാണ് നിർമ്മാണത്തിൽ ഇപ്പം നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്കിപ്പോൾ എല്ലാം നോക്കിയാൽ മനസ്സിലാവും. ഈ കാണുമ്പോൾ അറിയാം. ഈ അല്ലെങ്കിൽ കെട്ടൊന്നില്ലെങ്കിൽ അപ്പുറത്തേക്ക് തള്ളി പോകേണ്ടി വരും. അപ്പോൾ അതില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് തെളിവ് നൽകുന്നത്. വന്നപ്പോൾ കണ്ട കാഴ്ച കൂടുതൽ ഇങ്ങനെ റോഡ് ഇങ്ങനെ ഇടിഞ്ഞ് താഴ്ന്നൊരു സ്ഥിതി ഉണ്ട്. പള്ളിയിലെ തൊട്ടടുത്ത് പള്ളി കെട്ടിടം കുടിവെള്ള പൈപ്പുകൾ തകർന്നു. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ അടുത്ത് അതായത് ഇപ്പോൾ വാട്ടർ അതോറിറ്റിനെയും KSBനെയും വിളിച്ചു. കാരണം എനിക്ക് നമ്മുടെ വാർഡിലെ ജനങ്ങളാണല്ലോ പ്രിയപ്പെട്ടവർ. അവർക്ക് കുടിവെള്ളവും ലൈറ്റും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് എന്ത് ഇതാണ് വില കൊടുത്താണെങ്കിലും നമ്മളിപ്പോൾ അതിനെ രാവിലെ KSBനെയും വാട്ടർ അതോറിറ്റിനെയും വിളിച്ചു പറഞ്ഞ് അതിനുള്ള നടപടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കുടിവെള്ളവും കറണ്ട് കണക്ഷനും ഉടനെ തന്നെ കിട്ടും. ഇത്തരത്തിൽ ഏതാണ്ട് 250ഓളം പേർ സ്ഥിരമായി ഉപയോഗിക്കുന്ന റോഡാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഈ അപകടമുണ്ടായ ശേഷം ഇത്തരത്തിൽ വാഹനം ഇവിടെ നിർത്തി ആളുകളോട് ഇങ്ങോട്ടേക്ക് വരരുതെന്നൊരു മുന്നറിയിപ്പ് എന്തായാലും ഇവിടുത്തെ കൗൺസിലറും മറ്റ് പ്രദേശവാസികളും നൽകുന്നുണ്ട്. ഇപ്പോൾ കണ്ട കാഴ്ച ഇവിടെ കൂടുതൽ മണ്ണിങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി മഴ ശക്തമായാൽ സ്വാഭാവികമായിട്ടും തൊട്ടടുത്തുള്ള പള്ളിക്ക് സമീപമുള്ള കെട്ടിടം അത് കൂടുതൽ അപകടമുണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്തായാലും വൈദ്യുതി വകുപ്പിനെയും അതോടൊപ്പം തന്നെ ഈ താങ്ക് യു. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.